ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഭാഗ്യവചനധാരയിലേക്ക് സ്വാഗതം. ദൈവപുത്രൻ്റെ തിരുജനനത്തിലേക്ക് നാം നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു കാത്തിരിപ്പിൻ്റെയും പരിശുദ്ധ നോമ്പിൻ്റെയും നാളുകളിൽ ധ്യാനിക്കുവാൻ വളരെ യോജിച്ച ഒരു വേദഭാഗമാണ് 2-ാം സങ്കീർത്തനം. യഹൂദജനത്തിൻ്റെ തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനമായ തൽമൂദ് അനുസരിച്ച് 1-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ് 2-ാം സങ്കീർത്തനം. പിതാവാം ദൈവവും തൻ്റെ അഭിഷക്തനായ പുത്രൻ തമ്പുരാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇവിടെ വരച്ചു കാട്ടുകയാണ്. 3 ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തെ തരംതിരിച്ചാൽ 1-ാം ഭാഗത്ത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ നശീകരണ ശക്തികളെ തോൽപ്പിച്ച് ഒരു ക്രമവ്യവസ്ഥയുണ്ടാക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. ഈ ക്രമസംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ ഭാഗമായാണ് രാജാവായി യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മ വിജയിക്കുന്നു എന്നതാണ് ഈ 1-ാം ഭാഗത്തെ ചിന്ത. 2-ാം ഭാഗം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഒരു രാജാഭിഷേക കർമ്മവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായാണ് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നത്. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി നാം ആവർത്തിച്ചു ചൊല്ലുന്ന ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും എന്ന ഭാഗമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പുത്രൻ തമ്പുരാൻ സർവ്വലോകങ്ങൾക്കും രാജാവാണ്. ഈ രാജാവിൻ്റെ ജനനത്തിന് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ 2-ാം ഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. 3-ാം ഭാഗം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വാക്യത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നതെങ്കിലും യഹോവയുടെ അഭിഷക്തനെതിരെ നിരന്നിരിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാർക്കുള്ള അന്ത്യശാസനമാണ് ഇവിടെ കാണുന്നത്. ഈ 2-ാം സങ്കീർത്തനം ഒരു മശിഹാ കീർത്തനമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിലാണ് ഈ മശിഹാ ദർശനം പൂർത്തിയാക്കപ്പെടുന്നത്. ഓർക്കുക, അവനെ ശരണം പ്രാപിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥയോട് ഒരുമിച്ച് നമുക്ക് മുന്നേറാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുജനനത്തിലേക്ക്, ആ രാജാതിരാജാവായ യേശുവിൻ്റെ ജനനപ്പെരുന്നാളിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ അവൻ്റെ തിരുജനനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നാം ആയിരിക്കുന്ന സമൂഹങ്ങളിലും സഭയിലുമൊക്കെ സാധ്യമാകുവാൻ തക്കവണ്ണം നമ്മിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഒരുക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടം, ഏറ്റവും ശ്രേഷ്ഠമായ തിരുജനത്തിൻ്റെ അനുഭവം സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സസ്നേഹം, എബിയച്ചൻ.